നമസ്കാരം. എന്തെങ്കിലും വിശേഷം? എല്ലാവർക്കും സുന്ദരിന്ന് വിശ്വസിക്കുന്നു. ഞാൻ എങ്ങനെ സൗണ്ട് ഒന്നും ശരിയായിട്ടില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു ഇന്നും വീഡിയോ ഇടണ്ടാന്ന്. പക്ഷെ എന്റെ കിട്ടിയ സമ്മതിക്കുന്നില്ല. വീഡിയോ വിട്ടേ മതിയാവൂന്ന് പറഞ്ഞുള്ള വാശിയാണ്. മാത്രമല്ല നിങ്ങൾ ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, എന്ത് പറ്റി ചേച്ചി എന്ന് പറഞ്ഞിട്ട്. പിന്നെ ശരി, ഇന്ന് എന്തായാലും വീഡിയോ ചെയ്യാന്ന് വിചാരിച്ചു. ഞാൻ നമ്മുടെ വെഡിങ് ആനിവേഴ്സറി ഡേക്ക് നല്ല അടിപൊളിയായിട്ടുള്ള കേക്ക് ചെയ്യണമെന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് സാധിച്ചില്ല. പക്ഷെ അതിന് പകരം മാറ്റുന്ന ചെറിയൊരു മിനി വേർഷനാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഓവനിൽ വെച്ചിട്ട് എങ്ങനെയാണ് മക്ക് കേക്ക് ചെയ്യാന്ന്, റെഡ് വെൽവെറ്റ് മക്ക് കേക്ക് ചെയ്യുന്ന വീഡിയോ ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് മുമ്പുള്ള കപ്പ് കേക്കും മക്ക് കേക്കും ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ. അല്ലെ? എന്നിട്ട് അതെ, ഞാൻ ഈ ഉന്തിത്തള്ളി വീഡിയോയുടെ മുന്നിലേക്ക് വിടുന്നത് എന്താണെന്ന് വെച്ചാൽ വീഡിയോ ചെയ്തിട്ടെങ്കിലും വീഡിയോ ചെയ്തിട്ടെന്ന് പറഞ്ഞാൽ ജോലി ചെയ്യുമ്പോൾ ഒരു തെറാപ്യൂട്ടിക് എഫക്റ്റ് ഉണ്ട് കേട്ടോ. ആ തെറാപ്യൂട്ടിക് എഫക്റ്റ് കിട്ടിയിട്ടെങ്കിലും ചുമയൊക്കെ ഒന്ന് മാറി ആളൊന്ന് സ്ട്രൈറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. അല്ലാതെ സ്ത്രീ പീഡനല്ല എന്ന് പറയാം. അതല്ല, ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേച്ചി അസുഖം മാറിയിട്ട് വന്നാൽ മതി. അതുകൊണ്ട് അവരെ ഞാൻ വരാതിരുന്നത്. കാരണം ചേച്ചിയുടെ അസുഖം വന്നു കഴിഞ്ഞാൽ അസുഖം മാറിയാലോ. അതുകൊണ്ട് രണ്ടും ഇതുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യുമ്പോൾ തന്നെ ബോഡിയൊക്കെ എന്താ പറയാ പോസിറ്റീവ് ഹോർമോൺസ് മുഴുവൻ വർക്ക്ഔട്ട് ആയിട്ട് ചിലപ്പോ ശരിയാവും. ശരിയായില്ലെങ്കിൽ വീഡിയോ കിട്ടോ. അവര് പറയുന്നത് ചേച്ചി ഇങ്ങനെ വയ്യാതെ മുഖം കാണുന്ന സങ്കടം വരുന്നു. ഇപ്പൊ തോന്നില്ല വയ്യാതെ മുഖം. ഇപ്പൊ നല്ല ശരിയായില്ലേ? ശബ്ദം ശരിയായില്ല, ബാക്കിയൊക്കെ ശരിയാണ്. ശരിയാണെന്ന് വിശ്വസിച്ചാണ്. ഒരാളെ കാണുമ്പോ പലരും ചെയ്യുന്നതാണ്. എന്തെങ്കിലും വയ്യാകെ എന്ത് സുഖമില്ലെന്ന് ചോദിക്കണ്ട. കുഴപ്പമില്ല, കുറച്ചും കൂടെ നന്നായിരുന്നു എന്ന് പറയാം അല്ലെ. സുഖമില്ലേന്ന് ചോദിക്കുമ്പോ നമുക്ക് തന്നെ തോന്നും സുഖമില്ലല്ലോ, എന്തോ പ്രശ്നമില്ലല്ലോ, എനിക്കെന്താ പ്രശ്നം. അങ്ങനെ ഉള്ള ഒരാളെ തോന്നിപ്പിച്ചിട്ട് നമുക്ക് വല്ല സുഖം ഉണ്ടാ? ഇല്ല. അപ്പൊ താങ്ക് യു ഫോർ ദ മോട്ടിവേഷൻ, ഇൻസ്പിറേഷൻ. താങ്ക് യു സോ മച്ച്. അപ്പൊ ഒട്ടും താമസിയാതെ നമുക്ക് എങ്ങനെയാണ് കേക്ക് തയ്യാറാക്കാം എന്ന് നോക്കിട്ട് വരാം. ഓക്കെ, ബൈ. അപ്പോൾ നമുക്ക് റെഡ് വെൽവെറ്റ് മഗ് കേക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ? അതിനുവേണ്ടി ഞാനിവിടെ ആദ്യം ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിപ്പോൾ മഗ്ഗിൽ ഡയറക്റ്റായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ, എല്ലാം കൂടിയിട്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഇനി ഒരു അരിപ്പ് വെക്കുക. ആ ബൗളിൻ്റെ മേലേക്ക് ആ അരിപ്പയിലോട്ട് നമുക്ക് കുറച്ച് ഐറ്റംസ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിതിന് മുൻപ് ചോക്ലേറ്റ് മഗ് കേക്ക് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, സെയിം തന്നെയാണ് കേട്ടോ, ചെറിയ മാറ്റങ്ങളേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. ടേബിൾ സ്പൂണാണ് കേട്ടോ. ഞാനൊരു ചെറിയ മഗ് കേക്കിൻ്റെ അളവാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2 എണ്ണമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതിൻ്റെ ഇരട്ടി എടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ആട്ട വെച്ചിട്ടും സെയിം റെസിപ്പി പരീക്ഷിക്കാവുന്നതേ ഉള്ളൂ. ഇനി ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നതിലോട്ട് ഒരു 1/4 ടേബിൾ സ്പൂണോളം കൊക്കോ പൗഡർ. ഒരുപാട് കൊക്കോ പൗഡർ വേണ്ട കേട്ടോ. ഇത് റെഡ് വെൽവെറ്റ് കേക്കാന്നുള്ള ഓർമ്മ വേണം, ചോക്ലേറ്റ് കേക്കല്ല. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ബേക്കിംഗ് പൗഡർ, അതുപോലെ തന്നെ ബേക്കിംഗ് സോഡ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ഇല്ലാണ്ട് ഉണ്ടാക്കാം, ബേക്കിംഗ് സോഡ ചേർത്തിട്ടുണ്ടാക്കാം. അപ്പോൾ കുറച്ചും കൂടെ എനിക്ക് നന്നായിട്ട് തോന്നുന്നത് റിസൾട്ട് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ട് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ബേക്കിംഗ് സോഡ ഇല്ല എന്നുണ്ടെങ്കിൽ ബേക്കിംഗ് പൗഡർ മാത്രം ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും ഇത് രണ്ടും ചേർക്കുന്നുണ്ട്. അപ്പോൾ ആദ്യം ബേക്കിംഗ് പൗഡറാണ് എടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു നുള്ളു മാത്രം ബേക്കിംഗ് സോഡയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ബേക്കിംഗ് സോഡ ജസ്റ്റ് ഒരു പേരിന് മാത്രം മതി, ഒരുപാട് വേണ്ട. അപ്പോൾ ഇത് 4 ചേർത്ത് കൊടുത്തിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള പഞ്ചസാരയാണ്. ഞാനിവിടെ പഞ്ചസാര പൊടിച്ച് വെച്ചിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അളവ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാറ്റം ഉണ്ടാവും. ഞാനിപ്പോൾ ഇതിലേക്ക് 3 ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുക്കാൻ പോകുന്നത്. 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാര കേട്ടോ. പൊടിച്ചതിൻ്റെ അളവാണ് 3 ടേബിൾ സ്പൂൺ എന്ന് പറയുന്നത്. അതിൽ മാറ്റങ്ങൾ വരും. അപ്പോൾ നിങ്ങൾ നോക്കിയിട്ട് ആദ്യത്തെ ഒരു കേക്ക് ഉണ്ടാക്കി നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കൂടുതലാണോ കുറവാണെന്നുള്ള കാര്യം. അപ്പോൾ അതിനനുസരിച്ച് പിന്നെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അത് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതിയാകും. അപ്പോൾ 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു നുള്ളു ഉപ്പ്. എന്ത് മധുരമുള്ള ഐറ്റംസ് ഉണ്ടാക്കുമ്പോഴും ഉപ്പ് ചേർക്കാറുണ്ട്. അതുകൊണ്ട് ഒരു നുള്ളു ഉപ്പ് മാത്രം, ഒരുപാട് പാടില്ല കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ട് അരിച്ചെടുക്കാം. ഈവനായിട്ട് മിക്സ് ആവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അരിച്ചെടുക്കാൻ പറയുന്നത്. ഈ ബൗളിലോട്ട് അരിച്ചെടുക്കുക. ഈ ബൗളിൽ അല്ലെങ്കിൽ നിങ്ങൾ മഗ്ഗിലാണ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ മഗ്ഗിലോട്ട് അങ്ങ് അരിച്ചിടുക. ഞാനിപ്പോൾ ഇവിടെ ഓവനിലാണ് കാണിക്കാൻ പോകുന്നത്. അതേസമയം ഓവൻ ഇല്ലാത്തവർക്ക് ഞാൻ നമ്മുടെ വാനില സ്പോഞ്ച് കേക്ക് ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മുടെ പാത്രത്തിൽ വെച്ചിട്ട് ഉണ്ടാക്കുന്ന സെയിം മെത്തേഡ് തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു 3-4 മിനിറ്റ് കൊണ്ട് നമുക്ക് കേക്ക് കുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പം അത് ഞാൻ വേറൊരു ദിവസം വേറെ വീഡിയോയിലായിട്ട് കാണിക്കാം. ഇന്നിപ്പോൾ എനിക്ക് അത്ര സുഖമില്ലാത്ത കാരണം ഞാൻ ഇപ്പോൾ ഈ ഒരു മെത്തേഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് വെറ്റ് ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് കുറച്ച് വാനില എസൻസ് ആണ്. വാനില എസൻസ് നിർബന്ധമൊന്നുമില്ല കേട്ടോ. കൊക്കോ പൗഡറിൻ്റെ സ്മെല്ല് മാത്രം മതി എന്നുണ്ടെങ്കിൽ വാനില എസൻസ് ഒഴിക്കണമെന്നില്ല. പക്ഷെ ഞാനൊരു തുള്ളി ഒഴിക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഡ്രോപ്പ് മാത്രം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് മെൽറ്റഡ് ബട്ടറാണ്. അതായത്
വെണ്ണ ഉരുക്കിയതാണ്. നിങ്ങൾക്ക് വെണ്ണ ഇഷ്ടമല്ലെങ്കിൽ വെണ്ണയ്ക്ക് പകരമായിട്ട് ഏത് ഓയിൽ വേണമെങ്കിലും ഉപയോഗിക്കാം, അതായത് സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉരുക്കിയ വെണ്ണയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഉരുക്കിയ വെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇത് റൂം ടെമ്പറേച്ചറിലായിരിക്കണം, പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. തണുപ്പുള്ളതൊന്നും ഇതിലേക്ക് ചേർക്കാൻ പാടില്ല. വെണ്ണ ഉരുക്കി വെച്ചിട്ട് കുറച്ച് നേരമായിട്ടുണ്ടായിരുന്നു. ചൂടുമില്ല തണുപ്പില്ലാത്ത രീതിയിലാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിനി ഇതിൽ പാലല്ല ഒഴിക്കുന്നത്, പാലിന് പകരമായിട്ട് നമ്മളിതിൽ മോരാണ് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഞാനിപ്പോൾ തൈരെടുത്ത് മോരാക്കി വെച്ചിരിക്കുന്നതാണ്. അതായത് മോര് പോലെ ഓവർ ലൂസല്ല, എന്നാലും നന്നായിട്ട് അടിച്ചു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഇത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാനേ പാടുള്ളൂ, അല്ലാതെ ഒരുമിച്ച് ഒഴിച്ചു കൊടുക്കാൻ പാടില്ല. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചേർത്തിരിക്കുന്ന എല്ലാം കൂടി അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം കുറച്ചായിട്ട് ഈ അടിച്ചു വെച്ചിരിക്കുന്ന തൈര് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ബട്ടർ ചേർത്ത് കൊടുത്തപ്പോൾ തന്നെ ഇത്ര മിക്സായി വന്നിട്ടുണ്ട്. അപ്പോൾ തൈരിൻ്റെ അളവ് സൂക്ഷിച്ച് ചേർക്കണം. തണുപ്പില്ലാത്ത മോര് കേട്ടോ. അപ്പോൾ ഞാൻ അത് 1 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തു. 2 ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം മിക്സ് ചെയ്തിട്ട്. ഇപ്പോൾ ഓരോ പ്രാവശ്യം ഇത് ചേർക്കുമ്പോൾ ഇതിൽ അളവിൽ എനിക്ക് എപ്പോഴും വ്യത്യാസം വരാറുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ കൺസിസ്റ്റൻസിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 2 വലിയ ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുത്തപ്പോഴേക്കിനും കറക്റ്റ് കൺസിസ്റ്റൻസി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ആ ഒരു കൺസിസ്റ്റൻസി ആവുന്ന വരെ നമ്മളിത് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. വല്ലാതെ 2 ടേബിൾ സ്പൂണോ 3 ടേബിൾ സ്പൂണോ ചിലപ്പോൾ തൈരിൻ്റെ അളവ് പറഞ്ഞാൽ ചിലപ്പോൾ തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയുന്നത്. നന്നായിട്ട് ഒരു ഫോർക്ക് വെച്ച് മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കട്ടകളൊക്കെ പെട്ടെന്ന് ഉടഞ്ഞ് കിട്ടും. ഈവനായിട്ടുള്ളൊരു ബാറ്റർ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇത് മതി. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ ഈ ഒരു കൺസിസ്റ്റൻസി ആവുന്ന വരെ നമുക്ക് എത്രയാണ് തൈര് ഒഴിച്ച് കൊടുക്കുന്നത് അത്രയും തൈര് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമ്മൾ സാധാരണ മറ്റേ മക്കേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ പാലാണ് ഒഴിക്കാറുള്ളത്. ഇത് ചെറിയ പുളിപ്പുള്ള തൈരാണ്. തൈരെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ മിക്സിയിലിട്ട് അടിച്ചു വെച്ചിരിക്കുന്ന തൈര് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് കളർ ചേർത്ത് കൊടുക്കാം. റെഡ് വെൽവെറ്റ് കേക്ക് എന്ന് പറയുമ്പോൾ അറിയാലോ, റെഡ് കളർ ചേർക്കണം. ഞാനിപ്പോൾ ഇവിടെ കളർ പേസ്റ്റാണ് ചേർക്കുന്നത്. ഇത് പേസ്റ്റ് ഇല്ലെങ്കിൽ റെഡ് കളറിൻ്റെ ഡ്രോപ്സ് കിട്ടണമെങ്കിൽ ഡ്രോപ്സ് ഉപയോഗിക്കാം. ഞാൻ ഉപയോഗിക്കുന്നത് വിൽറ്റൻ്റെ ആണ് കേട്ടോ. വിൽറ്റൻ്റെ റെഡ് കളറാണ്. അത് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈവനായിട്ട് മിക്സ് ആവണം. ഓക്കെ, കണ്ടോ ഈ ഒരു കൺസിസ്റ്റൻസി വന്നിട്ടുണ്ട് നമ്മുടെ ബാറ്ററിന്. ഇനി നമുക്ക് നമ്മുടെ മഗ്ഗിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ മഗ്ഗിലോട്ടും വെള്ളമൊന്നും ഉണ്ടാവാൻ പാടില്ല, ഡ്രൈ ആയിട്ടുള്ള മഗ്ഗായിരിക്കും, പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. നമുക്ക് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇതിൽ വെച്ചിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. നിങ്ങൾക്ക് ഏത് പാത്രത്തിലാണോ സൗകര്യം അതിലോട്ട് ചെയ്തോളൂ. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ മഗ്ഗും നമുക്ക് ഓവനിൽ വെച്ച് ചൂടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം, എന്തെങ്കിലും എയർ ബബിൾസ് ഉണ്ടെങ്കിൽ പൊക്കോട്ടെ. ഓക്കെ, ടാപ്പ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഓവനിൽ വെച്ചിട്ട് ഇനി കുക്ക് ചെയ്യാം. അപ്പം ഞാനിപ്പോൾ ഇവിടെ സാധാരണ മൈക്രോ പവറിലാണ് വെക്കുന്നത്. അതായത് നിങ്ങൾ ചൂടാക്കാൻ ഉപയോഗിക്കുന്ന ഓവനില്ലേ, അല്ലാണ്ട് കേക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന കൺവെക്ഷൻ ഓവൻ അല്ല ഇത് സംഭവം. കൺവെക്ഷൻ ഓവനാണ് എൻ്റെ, പക്ഷേ ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മോഡ് ചൂടാക്കാൻ ഉപയോഗിക്കുന്നതാണ്, അതായത് മൈക്രോ പവറിൽ. മഗ്ഗ് ഞാൻ അതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അടയ്ക്കാം. എന്നിട്ട് ഞാനിപ്പോൾ ഇവിടെ എപ്പോഴും ഉണ്ടാക്കി നോക്കുമ്പോൾ എനിക്ക് 1 മിനിറ്റും 20 സെക്കൻഡാണ് എൻ്റെ ടൈം. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് വേണം, അത് ഓരോ ഓവൻ അനുസരിച്ച് മാറ്റം വരും. ഞാനിപ്പോൾ ഇവിടെ ടൈം 1 മിനിറ്റും 20 സെക്കൻഡാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. നമുക്ക് സ്റ്റാർട്ട് അടിക്കാം. നമുക്ക് നോക്കിയിട്ട് സ്ക്യൂർ ഇൻസേർട്ട് ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും കുക്കായിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പോൾ കുക്കായിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സെക്കൻഡ് അടിച്ചു കൊടുക്കാം. അപ്പോൾ വലിയ മഗ്ഗാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് അങ്ങ് പോകില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള മഗ്ഗ് അനുസരിച്ച് വേണം ചെയ്യാൻ. 4 ടേബിൾ സ്പൂണൊക്കെ എടുക്കുമ്പോൾ ഇത്രയും വലിയ മഗ്ഗിൽ പറ്റില്ല. അപ്പോൾ നമുക്ക് 2 മഗ്ഗ് ഉപയോഗിക്കേണ്ടി വരും. ഇപ്പോൾ 1 മിനിറ്റും 20 സെക്കൻഡും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഓപ്പൺ ചെയ്യാം. അപ്പോൾ 1 മിനിറ്റ് 20 സെക്കൻഡാണ് ഞാൻ അടിച്ചിരിക്കുന്നത്. നമുക്ക് കുക്കായിട്ടുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് നോക്കണം. അപ്പോൾ ഒരു സ്ക്യൂർ വെച്ചിട്ട് നമുക്ക് ഉള്ളിലോട്ട് ഇൻസെർട്ട് ചെയ്ത് നോക്കാം. കണ്ട ക്ലിയർ ആയി വന്നിട്ടുണ്ട്. അതിൻ്റെ മീനിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നന്നായി കുക്കായിട്ടുണ്ടെന്നാണ്. എന്നാലും ഞാൻ പറഞ്ഞ പോലെ 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഇതേപോലെ മഗ്ഗിൽ വെച്ച് സെർവ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഒരു വേറെ ഏതെങ്കിലും ബൗളിലോട്ട് ജസ്റ്റ് കമഴ്ത്തി വെച്ചതിന് ശേഷം സെർവ് ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ മേലെ കൂടെ ക്രീം വിപ്പ് ചെയ്തിട്ട് അങ്ങനെ സെർവ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഐസ്ക്രീമിൻ്റെ കൂടെ അല്ലെങ്കിൽ തനിയാണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഞാൻ ഇതിന് മുൻപ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്ന കേക്ക് അപ്സൈഡ് ഡൗൺ ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയിരിക്കുന്നത്. ടെക്സ്ചർ നോക്കൂ, സോഫ്റ്റ്, നമ്മൾ സാധാരണ കേക്ക് പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട്. മറ്റേത് ചൂടാറിയതിന് ശേഷം മാത്രം ഇങ്ങനെ അപ്സൈഡ് ഡൗൺ ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് മുറിഞ്ഞു പോകും. ഇതുപോലെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഇത് കിട്ടില്ല കേട്ടോ. അപ്പോൾ ടെക്സ്ചർ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അത് ചൂടാറുന്നേക്കാളും മുമ്പ് ഞാനത് താഴേക്കാക്കിയപ്പോൾ കുറച്ച് മഗ്ഗിലിരിപ്പുണ്ട് കേട്ടോ. ജസ്റ്റ് നോക്കിയേ, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നമ്മൾ സാധാരണ കേക്ക് പോലെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെയ്ത തെറ്റ് നിങ്ങൾ ആവർത്തിക്കരുത്. കുറച്ച് ചൂടാറിയതിന് ശേഷം മാത്രം വേണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ പാത്രത്തിലോട്ട് കമത്തിയാൽ മതി. അല്ലെങ്കിൽ കുറച്ച് ഭാഗം നമ്മുടെ മഗ്ഗിലിരിക്കും.
അപ്പം ആദ്യം ഞാൻ ചെയ്തപ്പോൾ എല്ലാം നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം കമത്തിയപ്പോഴാണ് നല്ല ഭംഗിയിൽ വന്നത് കേട്ടോ. അല്ലെങ്കിൽ മഗ്ഗിൽ വെച്ചിട്ട് തന്നെ കഴിക്കാൻ യാതൊരു കുഴപ്പമില്ല. അപ്പോൾ ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മഗ് കേക്ക് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. റെഡ് വെൽവെറ്റ് മഗ് കേക്ക് എല്ലാവരും തയ്യാറാക്കി നോക്കുക. അതിനുശേഷം അഭിപ്രായം അറിയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത അടിപൊളിയായിട്ടുള്ള റെസിപ്പി ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക് യു. Without ice cream or with ice cream? Without. Sprinkles. That was the sprinkle. That bite. And Good. thank you. It's super good. Super good. No. Heart ആണ് heart. No, not that much. ശരിയുള്ളൂ. ഇതെടുക്കുക, അത് തള്ളിയിട്. This much. മതി.